കോഴിക്കോട് വടകരയിലേക്കൊന്ന് പോകാം. വസ്ത്രവ്യാപാര ഷോറൂമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ കുടുങ്ങിയ 3 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് മാതാപിതാക്കളോടൊപ്പം ഷോറൂമിലെത്തിയ കുട്ടി ഡ്രസ്സിംഗ് റൂമിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇങ്ങനെ കുട്ടികളുമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ ഡ്രസ്സിംഗ് റൂമിലൊക്കെ കയറി കളിക്കുന്നത് പതിവാണ്. ഇവിടെ എങ്ങനെയാണ് ഡോറ് ജാമായി പോയതാണോ? എന്താ സംഭവിച്ചത്? ജിൽസി സൈഫു, ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വടകരയിലെ എസ്പാൻഷ എന്ന് പറയുന്ന വസ്ത്രവ്യാപാര ഷോറൂമിൽ ഈ കുട്ടി മാതാപിതാക്കളോടൊപ്പം എത്തിയതായിരുന്നു. 3 വയസ്സുകാരനായിട്ടുള്ള മംഗലാട് സ്വദേശിയാണ്. ഈ കുട്ടി ഈ ഡ്രസ്സിംഗ് റൂമിന് അകത്തേക്ക് കടക്കുകയും അവിടെ ഈ ഡോറ് ലോക്കായി പോവുകയുമായിരുന്നു. പിന്നാലെ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്തൊരു സ്ഥിതി ഉണ്ടായി. ആളുകൾ, അതായത് ഈ ഷോറൂമിന്റെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഡോറ് പൊളിച്ച് അകത്തേക്ക് കടന്നാണ് കുട്ടിയെ പുറത്തേക്ക് എത്തിച്ചത്. സലാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് വീണ്ടും ഒരു ആശങ്കയും പേടിയും ഉണ്ടാക്കുന്നുണ്ടല്ലേ? സാധാരണ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ഉള്ള ഇത്തരം റൂമുകൾക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാത്ത വാതിലുണ്ടാവുക. ഇത്രയും ഉറപ്പ് ഞാൻ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അല്ല, മാത്രമല്ല കുട്ടികൾ ഈ കണ്ണാടിയൊക്കെ കാണുമ്പോഴേ ഒന്ന് അതിനകത്ത് കയറി കളിക്കുന്നത് സാധാരണ. ചെറുതായിട്ടൊന്ന് തള്ളിയാൽ തുറക്കാവുന്ന വാതിലുകൾ എല്ലായിടത്തും ഈ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതെ, എന്താണ് ശരി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും കുട്ടിയെ പെട്ടെന്ന് തന്നെ അവരൊക്കെ എത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ചു നേരമെങ്കിലും ആ കുട്ടി ഒന്ന് പേടിച്ചു കാണും.